ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ് പാസ്സായവർക്ക് കേരള PSC വഴി വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുള്ള വേക്കൻസിയെക്കുറിച്ചാണ് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ യോഗ്യരാണെങ്കിൽ അപേക്ഷ ഉടനെ തന്നെ കൊടുക്കുക. കേരളത്തിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ജോലി നേടാനൊരു അവസരം വന്നിട്ടുണ്ട്. എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് അഥവാ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ദഫേദാർ പോസ്റ്റിലാണ് നിയമനം നടത്തുന്നതിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കേരള PSC വഴിയാണ് നിയമനം നടത്തുന്നത്. മിനിമം 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ബിരുദധാരികൾക്ക് അപേക്ഷിക്കുവാൻ കഴിയില്ല. 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മുതൽക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വേക്കൻസിയിലേക്ക് ഓൺലൈനായി കേരള PSC വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി 2024 ജൂൺ 19 തസ്തികയും ഒഴിവുകളും നോക്കാം. എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഡിപ്പാർട്ട്മെൻറ്റിൽ ദഫേദാറിൻ്റെ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കേരള PSC മുഖേന നേരിട്ടുള്ള നിയമനമായിരിക്കും. ആകെ 3 ഒഴിവുകളാണ് ഉള്ളത്. കാറ്റഗറി നമ്പർ 085/2024 ഉപയോഗിച്ചാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒഴിവുള്ള ജില്ലകൾ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നിങ്ങനെ 3 ജില്ലകളിലായി ഓരോ ഒഴിവുകളാണുള്ളത്. ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ് പറയുന്നത്. അതായത് 1988 ജനുവരി 2 2006 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം അപേക്ഷിക്കുന്നവർ. പിന്നെ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഈ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിച്ചാൽ ശമ്പളം ഏകദേശം 23,700 രൂപ മുതൽ 52,600 രൂപ വരെ ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ കയറി കാറ്റഗറി നമ്പറൊക്കെ നോക്കി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. പിന്നെ OMR എക്സാം നടക്കുകയാണെങ്കിൽ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പ്രകാരം ഓരോ ജില്ലയിലേക്കും പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. അപ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റുകൾ പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും നിലവിലിരിക്കുന്നതാണ്. എന്നാൽ 1 വർഷത്തിനു ശേഷം ഇതേ ഉദ്യോഗത്തിന് ഇതേ ജില്ലയിലേക്ക് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഉദ്യോഗാർത്ഥികൾ ഓരോ ജില്ലയിലേക്ക് വേണ്ടിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ജോബ് വേക്കൻസിയുമായി കാണുന്നത് വരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.